അപ്പോൾ കേസ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒ വി വിജയൻ്റെ സ്മാരകത്തിലാണ് കേസ് ഞങ്ങളെന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തണ്ണീർപ്പന്തം ക്നാശ്ശേരിയിലെ തണ്ണീർപ്പന്തം ക്നാശ്ശേരിയിലാണ് കേസ്. ഒ.വി. വിജയൻ പ്രസിദ്ധമായ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയ സ്ഥലത്താണ് കേസ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഒരു 5 കൊല്ലം മുമ്പ് ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഇന്ന് ഒരിക്കൽ കൂടി വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എടുക്കുക എന്നുള്ള രീതിയിൽ വന്നതാണ് കേസ്. അടിപൊളിയാണ്. നമുക്കിവിടെ എൻട്രൻസ് ഫീസായിട്ട് 20 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒ.വി. വിജയൻ സാറ് നോവൽ എഴുതിയ ഒരു സ്ഥലത്താണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ട് ഗാലറിയാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഒ.വി. വിജയൻ സാറിൻ്റെ കുറേ ഫോട്ടോസും ഒരു പ്രതിമയൊക്കെയാണ് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത്. പിന്നെയും കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വേറൊരു ഗാലറി, ആർട്ട് ഗാലറി, പിന്നെ ഒരു കുളം, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേസ്. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ആ ഒരു പ്രസിദ്ധമായ നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയത്. അപ്പോൾ ഒ.വി. വിജയൻ സാറിൻ്റെ ഈ ഒരു സ്ഥലവും ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒ.വി. വിജയൻ സാറിൻ്റെ ഈ തസ്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കാനുള്ള കുറേ ഹട്ട് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേസ്. 1, 2, 3, 4 ഇവിടെ അടുത്തടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ അടിപൊളി സംഭവം, കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ കേസ്. ഒരുപാട് തെങ്ങും തോപ്പുകളും കുളവും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് ബാക്കിൽ. അപ്പോൾ നമ്മൾ തണ്ണീർപ്പന്തൽ പോകുന്ന വഴിക്കാണ് കേട്ടോ ഒ.വി. വിജയൻ്റെ സ്മാരകം. അപ്പം ഈ ഭാഗത്തുകൂടി നമുക്ക് റൈറ്റിൽ കുറച്ച് പോകണം. അവിടെയാണ് ഒ.വി. വിജയൻ സ്മാരകം ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ, തസ്രാക്കിൻ്റെ കാഴ്ചകൾ കാണാട്ടെ ഗൈസ്. കുറച്ചു കാലം താമസിക്കുകയും ചെയ്തിട്ടുള്ള ഇവിടെയാണ്. ഇവിടെ ഇപ്പൊ കുറച്ച് ഫോട്ടോസും കാർട്ടൂൺസും ആണ് ഉള്ളത്. സ്ഥലപരിമിതിയുള്ള കുറച്ച് ഇതിനകത്തുള്ളൂ. മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയുണ്ട്. പിന്നെ ധാരാളം ശില്പങ്ങൾ ഖസാക്കിന് ഇതിന് ചുറ്റുമുണ്ട്. ഇവിടെ കണ്ടതിന് ശേഷം നിങ്ങൾ അപ്പുറത്തെ കെട്ടിടത്തിന് മുകളിൽ കയറി കാണാൻ, അവിടെയാണ് ഗാലറീസ് മുഴുവനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി പുറകിലും സൈഡിലേക്ക്. അപ്പോൾ ഞാറ്റുപുരൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒ.വി. വിജയൻ സാറിൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതേപോലുള്ളൊരു പ്രതിമ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേസ്. ാണ് ആ ഒരു പ്രസിദ്ധമായ നോവൽ ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയത്. ഇപ്പൊ നമ്മൾ കാണുന്നത് നേരെ കാണുന്നത് ഒ.വി. വിജയൻ ലൈവ് തിയേറ്റർ ആണ് കേസ്. ഇപ്പൊ അത് അടച്ചിരിക്കുകയാണ്. ഇപ്പോ ഒന്നാമത് ഇന്ന് ആളുകളൊന്നും ഇല്ല കേസ്. ഒരുപാട് പേര് വരുമ്പോൾ തുറക്കോന്നറിയില്ല. അപ്പൊ ഇവിടെയാണ് ഒ.വി. വിജയൻ സാറിന്റെ ലൈവ് തിയേറ്റർ. അദ്ദേഹത്തിന്റെ ചരിത്രവും ഒക്കെ ആയിരിക്കും ആ തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് നേരെ വരുമ്പോ ഈ ഒരു കെട്ടിടം കണ്ടില്ലേ ഗൈസ്, അല്ലേ? അടിപൊളിയാണ് ഈ റാന്തല്. ഇപ്പൊ പ്രസിദ്ധമായ ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ ആ സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ ഗൈസ്. കാർട്ടൂണും ഇതുപോലെ നോവലൊക്കെ എഴുതുന്ന ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നമുക്കിവിടെ അദ്ദേഹത്തിന് ഒ.വി. വിജയൻ ലൈവ് തിയേറ്റർ ഉണ്ട്, പിന്നെ കാർട്ടൂൺ ഗാലറി ഉണ്ട്, പിന്നെ ഒരു ഫോട്ടോ ഗാലറി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോ ഗാലറിക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ഈ ഒരു റൂമിലാണ് ഗൈസ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് അപ്പോൾ അതൊക്കെ പോയി നോക്കാം.
ആദ്യം തന്നെ എന്താ പറയാ OV വിജയൻ സാറിൻ്റെ ഒരു നല്ലൊരു ഫോട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ അദ്ദേഹം നടക്കുന്നതും ഈ റൂമുകളിൽ ഇരിക്കുന്നതിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ആയിട്ടത്. ഇത് അദ്ദേഹം അവിടെ യാത്ര പോയിട്ട് അവിടെ നിന്ന് എടുത്തതിൻ്റെ ഒരു ഫോട്ടോ. അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫോട്ടോസ് ഒക്കെയാണ് കൈസ് ഇവിടെ ഉള്ളത് ഈ ഒരു ഗാലറിക്കകത്ത് കേട്ടോ. ഇത് അദ്ദേഹം വയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്ന് ചികിത്സിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ലൈറ്റ് അധികം കാണാനില്ല കേട്ടോ ഗൈസ്. ലൈറ്റ് ഈ റൂമിലൊന്നും ലൈറ്റ് ഇല്ല. അതിന് വേണ്ടിയിട്ട് വെളിച്ചം കിട്ടാൻ എന്താ പറയുക ഓട്ടിനകത്ത് അല്ലേ ചില്ലോട്, ഗ്ലാസ് ഓട് ചില്ലോട് എന്നൊക്കെ പറയാം. അതാണ് കേട്ടോ, ആ നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചമാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ ഈ ഗാലറിക്കകത്ത്. ഇനി നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം കേട്ടോ. അവിടെ ഒരു കാർട്ടൂൺ ഗാലറി ഉണ്ട്, അപ്പോൾ അതും കൂടി പോയി കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ OV വിജയൻ സാറിന്റെ ആ കാർട്ടൂൺ ഗാലറി കേട്ടോ. നല്ല രസികനായ കാർട്ടൂണൊക്കെ വരയ്ക്കുന്ന ഒരു വരച്ചിരുന്ന ആളാണ് OV വിജയൻ സാറ്. അപ്പോൾ ഇത് കാണില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഓരോ കാർട്ടൂൺ ഇട്ടോ ഗൈസ്. നമ്മൾ പണ്ട് ഈ പത്രങ്ങളുടെ സൈഡൊക്കെ ചെറിയ ചെറിയ കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലത്തെ ഉള്ള ഓരോ ഇതൊക്കെ ഓരോ സംഭവങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വരയ്ക്കുന്നതാണ് ഗൈസ് ഈ കാർട്ടൂണ്. യുവർ വോട്ട് അല്ലേ, ഇതൊക്കെ അദ്ദേഹത്തിന് രസകരമായ ഓരോ എഴുത്തുകളാണ്. ഈ കാർട്ടൂൺ രീതിയിലാണ് അദ്ദേഹം വരച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ പ്രസിദ്ധമായ ഇത് നോക്കുക, അമേരിക്കയുമായി ധാരണ എന്തത് അടിപൊളിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹം വരച്ച കാർട്ടൂണിൻ്റെ എന്താ പറയുക ചില പതിപ്പുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അദ്ദേഹം വരച്ചിട്ടുള്ള ഒരുപാട് കാർട്ടൂൺ പിക്ചേഴ്സ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാലും വലിയൊരു കെട്ടിടമുണ്ട് കേട്ടോ ഗൈസ്. അവിടെയാണ് നമ്മൾ OV വിജയൻ സാറിൻ്റെ ഒരുപാട് കളക്ഷൻ, അതായത് ആ ഗാലറിയിലുള്ളത്. അതിന് മേലെ സ്റ്റെപ്പ് കയറിയിട്ട് മേലേക്ക് പോകണം. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇരിക്കുമ്പോൾ നല്ല രസമുണ്ട് കേസ്. നല്ല ഒരുപാട് ആ കാണുന്നതൊക്കെ പാടങ്ങൾ, അവിടെ ഒരു കുളമുണ്ട്, നിറയെ തെങ്ങും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള കുറേ സ്ഥലങ്ങൾ ഈ തസ്രാക്കിനകത്ത് OV വിജയൻ സാറിൻ്റെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയും കണ്ടില്ല കേസ്, ഒരുപാടുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇരിക്കാനുള്ളൊരു സെറ്റപ്പാണ്. നല്ല ചെടികൾ അല്ലേ സാർ? 3-4 ഹട്ടുകളാണ് കേട്ടോ കേസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട്, കുറച്ച് ഭാഗത്ത് അവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഫുള്ള് പാടങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നല്ല തണലുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ അതായത് ഈ കാണുന്നതാണ് കേട്ടോ കേസ് ആർട്ട് ഗാലറി. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ അതിനകത്തേക്ക് പോകുന്നില്ല, ഇനിയൊരു ദിവസം വന്നിട്ട് നമുക്ക് ആർട്ട് ഗാലറിയിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്, സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ കേസ്. അപ്പോൾ ഇതൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ കേസ്. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ, അത് ഞങ്ങൾക്ക് കിട്ടി കേസ്. നല്ല എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. എങ്ങനെ ഇവിടെ ഈ കുറച്ച് നേരം ഇരുന്നാൽ ഞാനും ഒരു നോവൽ എഴുതുന്നുണ്ടാ. അപ്പോൾ വെറുതെ അല്ല, OV വിജയൻ സാറ് അടിപൊളി നോവൽ ഇവിടെ ഇന്ന് എഴുതിയത്. നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം ഇങ്ങനെയാണെങ്കിലേ പണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തൊക്കെ ഈ സ്ഥലം എങ്ങനെയായിരിക്കില്ല കേസ്. ഇപ്പോഴാണ് ഈ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വന്ന്. നമ്മൾ ആദ്യം കണ്ടില്ല ആർട്ട് ഗാലറി, അവിടെ ഒരു ഗാലറി കണ്ടില്ല, അവിടെ ഇരുന്നിട്ടാണ് മൂപ്പര് ഇങ്ങനെ എഴുതിയിട്ട് കേസ്. അപ്പോൾ എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വന്ന് പറ്റിയ നോവലും കഥകളും
ഒക്കെ എഴുതാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഓക്കെ, നമ്മൾ ഈ സ്മാരകത്തിന് ബാക്കിൽ വന്നു കഴിഞ്ഞാൽ OV വിജയൻ സാറിൻ്റെ ഒരു പ്രതിമ, ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ച് നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു പ്രതിമയുടെ മുഖം അടിപൊളിയായി കൊത്തി വെച്ചിരിക്കണമല്ലോ കേസ്. അപ്പോൾ അടിപൊളി പ്ലേസ് ആണ് കേസ്. അപ്പോൾ പാലക്കാട് എന്താ പറയുക, വരുന്നവരൊക്കെ ഈ OV വിജയൻ സാറിൻ്റെ ഈ സ്മാരകം കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ വരികട്ടെ കേസ്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ വന്ന് ഇരിക്കാം കേട്ടോ, എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാം കേട്ടോ. 20 രൂപ കൊടുത്തിട്ട് നമ്മൾ എൻട്രൻസ് ഫീസ് എടുത്തിട്ട് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുപാട് നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാലക്കാട് ടൗണിൽ നിന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് ഉള്ളൂ കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യട്ടെ കേസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോവാലോ സോ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടെ കേസ്.